വെൽക്കം ടു മാത്തമാറ്റിക്സ് CS. കേരള സെറ്റ് എക്സാം ജനറൽ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 15 വീഡിയോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വീഡിയോസ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് തിയറീസിന്റെ ക്ലാസ്സും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അത് പ്രത്യേകം തന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്കും കൊടുത്തേക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2021 ജാനുവരിയിൽ നടന്ന സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ആ വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അസസ്മെന്റ് ടൂൾസ് ഓഫ് പേഴ്സണാലിറ്റി ഇസ് എ പ്രൊജക്റ്റീവ് ടൂൾ? ഓപ്ഷൻ എ, കാലിഫോർണിയ ടെസ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി. Option B, GATB. Option C, TAT. Option D, draw a man test. Answer is option C, TAT. എന്താണ്? അസസ്മെന്റ് ടൂൾ ഓഫ് പേഴ്സണാലിറ്റി ഇസ് എ പ്രൊജക്റ്റീവ് ടൂൾ. ഏതാണ്? ടാറ്റ്. തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നാണ് ടാറ്റിന്റെ ഫുൾ ഫോം. മാച്ച് ദ ഫോളോയിങ്. ഇവിടെ ലിസ്റ്റ് 1 4 സൈക്കോളജിസ്റ്റിന്റെ പേര് തന്നിട്ടുണ്ട്. അതുപോലെ ലിസ്റ്റ് 2 അവരുടെ തിയറീസ് ആണ് തന്നിട്ടുള്ളത്. അത് മാച്ച് ചെയ്യാം, അതാണ് ചോദിച്ചിട്ടുള്ളത്. സ്കിന്നർ ഏതാണ്, അതുപോലെ പാവ്ലോവ്, തൊണ്ടേക്ക്, ബ്രൂണർ. പിന്നെ ലിസ്റ്റ് 2 ട്രയൽ ആൻഡ് എററും കൺസെപ്റ്റ് അറ്റൈൻമെന്റും ഒപ്പറാൻഡ് കണ്ടീഷനിങ്ങും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ഞാൻ അതിൻ്റെ ശരിയായിട്ടുള്ള ഓർഡർ മാത്രമാണ് പറയുന്നത്. സ്കിന്നർ ഏതാണ്? സ്കിന്നർ ഒപ്പറാൻഡ് കണ്ടീഷനിങ്, പാവ്ലോവ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, തൊണ്ടേക്ക് ട്രയൽ ആൻഡ് എറർ, ബ്രൂണർ കൺസെപ്റ്റ് അറ്റൈൻമെന്റ്. ഏതൊക്കെയാണ്? സ്കിന്നർ ഒപ്പറാൻഡ് കണ്ടീഷനിങ്, പാവ്ലോവ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, തൊണ്ടേക്ക് ട്രയൽ ആൻഡ് എറർ, ബ്രൂണർ ഒപ്പറാൻഡ് കണ്ടീഷനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് NCTE? ഓപ്ഷൻ എ, ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ ബോത്ത് ഇൻ ടേംസ് ഓഫ് പോളിസി ആൻഡ് പ്ലാനിംഗ്. Option B, to achieve planned and coordinated development of the teacher educational system throughout the country. Option C, conduction and promotion of educational research. Option D, centers of guidance, educational institutions and school of district. Answer is option B, to achieve planned and coordinated development of the teacher educational system throughout the country. അതാണ് NCTEന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A, predisposition respond positively or negatively towards an idea, object, person or situation. Option A, aptitude. Option B, intelligence. Option C, attitude. Option D, interest. Answer is attitude. Next question, proficiency in teaching has two judges in terms of. Option A, completion of syllabus in time. Option B, use of innovative teaching aids. Option C, learning outcomes of students. Option D, classroom interaction. Answer option C, learning outcomes of students. Next question, the effective strategy to impart value education is through. Option A, discussion based on spiritual tests. Option B, experimental learning and reflective session on values. Option C, conducting seminars on values. Option D, discourses on values. Answer is option D, experimental learning and reflective session on values. Next question, of the given set, which one is the highest level of cognitive ability? Option A, analysis. Option B, knowing. Option C, evaluating. Option D, understanding. Answer is evaluating. Highest level of cognitive ability is evaluating. Next question, while taking a class, if a student make disturbance, a teacher should. Option A, punish the student immediately. Option B, ignore the student and continue teaching. Option C, stop class for a few minutes and remain silent. Option D, give special attention to the student and motivate him. Students, ക്ലാസ്സിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടീച്ചർ എന്താണ് ചെയ്യേണ്ടത്? ഗിവ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ സ്റ്റുഡൻറ് ആൻഡ് മോട്ടിവേറ്റ് ഹിം. സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുക, എന്നിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്.
Next question, expand the abbreviation LCD. Option A, light crystal display. Option B, liquid crystal display. Option C, learning computer discourse. Option D, light combat display. Answer is liquid crystal display, LCD, liquid crystal display. Next question, a GPG file stores. Option A, audio data. Option B, video data. Option C, text data. Option D, image data. ആൻസർ ഈസ് ഇമേജ് ഡാറ്റ. JPG ഫയൽസ് നമ്മൾ ഫോണിലൊക്കെ അയക്കുമ്പോൾ തന്നെ കാണാറുണ്ട് അല്ലേ? JPG ഫയൽസ് എന്താണ്? ഇമേജ് ഡാറ്റയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an interactive computer application for organization, analysis and storage of data in tabular form is option A, PowerPoint. Option B, spreadsheet. Option C, worksheet. Option D, Excel. Answer is spreadsheet. Tabular formula spreadsheet ആണ്. Next question, the concept of mastery learning was proposed by option A, Edgar Dale. Option B, Benjamin Bloom. Option C, Donald O. Hebb. Option D, David Cobb. Answer is Benjamin Bloom. Concept of mastery learning, Benjamin Bloom. Next question, who among the following is considered as the father of intelligence testing? Option A, Howard Gardner. Option B, David Wechsler. Option C, Peter Salovey. Option D, Alfred Binet. Father of intelligence test ആണ് ആൽഫ്രഡ് ബിനറ്റ്. Next question, an observational method used frequently in learning setting in which the observer summarizes a single developmental incident after the event has occurred is option A, cumulative record. Option B, anecdotal record. Option C, portfolio. Option D, attendance record. Answer is anecdotal record. Next question, the system of evaluation that allows the evaluator to convert the outcomes of the student's test or assignment to grade and adjust that final grade in relation to the grades from other students in the course is option A, percentage grading. Option B, absolute grading. Option C, non-reference grading. Option D, relative grading. ഒരാൾ റിലേറ്റ് ചെയ്തിട്ട് പറയുന്നില്ല, അപ്പോൾ റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the system which provides facility to search and browse all hosted content wherein person can easily access the desired material including audios, videos and textual material. Option A, e-content portal. Option B, web browser. Option C, URL. Option D, search engines. Answer is option A, e-content portal. Next question, a web page address is usually known as option A, directory. Option B, protocol. Option C, URL. Option D, domain. Web page address URL എന്നാണ് അറിയപ്പെടുന്നത്. Next question, the research study method involving in-depth and detailed examination of a subject of study as well as its related contextual condition is option A, historical research. Option B, case study research. Option C, survey research. Option D, experimental research. Answer is case study research. Next question, the article which provides equality of opportunity in educational institutions. Option A, Article 28C. B, Article 30. Option C, Article 29(1). Option D, Article 28(1). Answer is option C, Article 29(1). Equality of opportunity in educational institution ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 29(1). ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മാത്രമാണ് വായിക്കുന്നത്. MHRD എപ്പോഴാണ്? 1985 MHRD. പിന്നെ UGC 1956 NCTE 1995 NAAC 1994 ഒന്നും കൂടി പറയാം. MHRD 1985, UGC 1956, NCTE 1995, NAAC 1994. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത 20 ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.